ഹായ് ഓൾ, വെൽക്കം ടു ലോജിസ്റ്റിക്സ്. ഇന്ന് നമ്മൾ ഫോറിൻ ഫ്രേസസ് കംപ്ലീറ്റ് കോഴ്സിൻ്റെ 4ാമത്തെ പാർട്ടാണ്. ഇതോടുകൂടി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ഫോറിൻ ഫ്രേസസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ ആദ്യത്തെ 3 ക്ലാസ്സസും കാണുക, അതിനുശേഷം 4th ക്ലാസ്സിലോട്ട് വരിക. കാരണം ഏറ്റവും ബേസിക് ആയിട്ടുള്ളതും റിപ്പീറ്റഡ് ആയിട്ടുള്ളതും കോമൺലി ഇംഗ്ലീഷിൽ യൂസ്ഡ് ആയിട്ടുള്ളതും എല്ലാം നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ കവർ ചെയ്തു. ഓക്കെ, ഇത് കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് ക്ലാസ് ആണ്. സോ നിങ്ങൾക്ക് അതായത് ഇപ്പം നമ്മുടെ PSC നോർമൽ ഒരു ഇതിൽ നിന്ന് മാറി ഒരു ജസ്റ്റ് ഒരു നെക്സ്റ്റ് ലെവലിൽ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതാണ് 4th പാർട്ട്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാനോ എ മാനോ ആണ് ആദ്യത്തെ വാക്ക്. മാനോ എ മാനോ, നിങ്ങളിത് ഇങ്ങനെ ഓർത്തിരിക്കുക, മാൻ എ മാൻ എന്നങ്ങ് ഓർത്തിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേര് തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിനെയാണ് മാനോ എ മാനോ എന്ന് പറയുന്നത്. ഓക്കെ, മാനോയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ, ഡയറക്റ്റ് കോൺഫ്രണ്ടേഷൻ ഓഫ് 2 പീപ്പിൾ. ഓക്കെ, മേള കൽപ്പ. എന്താ മേള കൽപ്പ? കൽപ്പ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് വേറൊരു ഇംഗ്ലീഷ് വാക്കുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. കൾപ്രിറ്റ് എന്നുള്ള വാക്ക്, കൾപ്രിറ്റ് എന്ന് വെച്ചാൽ കുറ്റവാളി അല്ലേ. മേള കൽപ്പ, മേള ഈ കൽപ്പ കൾപ്രിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മേള എന്നതുള്ളത് ഞാനെന്നുള്ള അർത്ഥമാണ്. ഓക്കെ, മൈ കൾപ്രിറ്റ്, എൻ്റെ കുറ്റം എന്നാണ് മേള കൽപ്പയുടെ അർത്ഥം. മേള കൽപ്പ എന്താ? മൈ ഫോൾട്ട്. ഓക്കെ, കൽപ്പ നിങ്ങൾ കൾപ്രിറ്റായിട്ട് ഓർത്ത് വെക്കുക. മാനോ എങ്ങനെ ഓർത്ത് വെക്കണ്ട? മാൻ എന്നുള്ളത് ഓർത്ത് വെക്കുക. അത് 2 പേര് തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് മാനോ എ മാനോ. ഓക്കെ, മ്യൂട്ടാറ്റിസ് മ്യൂട്ടാൻഡിസ്. മ്യൂട്ടാറ്റിസ് എന്നുള്ള വേർഡ് നിങ്ങൾ ഇംഗ്ലീഷിൽ വേറൊരു വാക്കുണ്ട്, മ്യൂട്ടേഷൻ എന്നുള്ള വാക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാകും അല്ലേ. ഇപ്പോൾ ഒരു പുഴു ചിത്രശലഭമാവുന്നെങ്കിൽ അതെന്താ സംഭവിക്കുക? മ്യൂട്ടേഷനാണോ സംഭവിക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ ജീൻ മ്യൂട്ടേഷനൊക്കെ സംഭവിച്ചു, ഇന്ന അസുഖം വന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ മ്യൂട്ടേഷൻ എന്താ? ഒരു തരത്തിലുള്ള ചേഞ്ചാണ്. ഓക്കെ, മ്യൂട്ടാറ്റിസ് മ്യൂട്ടാൻഡിസ് എന്ന് പറയുന്നത് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സും മറ്റും തിരുത്താൻ വേണ്ടി തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ആവശ്യമുള്ള തിരുത്തലുകൾ ചെയ്തിട്ടല്ലേ തിരിച്ചു വെക്കുക. എല്ലാം മാറ്റില്ലല്ലോ, ആവശ്യമുള്ള തിരുത്തലുകൾ മാത്രം ചെയ്യും. അതാണ് മ്യൂട്ടാറ്റിസ് മ്യൂട്ടാൻഡിസ്. നിങ്ങളിത് മ്യൂട്ടേഷൻ വെച്ച് ഓർത്തിരിക്കുക, മ്യൂട്ടേഷൻ എന്നുള്ള വാക്ക് അറിഞ്ഞിരിക്കുക. ഇപ്പം നിങ്ങൾക്ക് കൾപ്രിറ്റ് അറിയില്ല അല്ലെ മ്യൂട്ടേഷൻ അറിയില്ല എന്നാണെങ്കിൽ നിങ്ങളത് അറിഞ്ഞിരിക്കേണ്ട വാക്കുകൾ തന്നെയാണ്. കാരണം PSCയിൽ വൊക്കാബുലറി ഭാഗത്ത് നിന്ന്, ആ ഒരു പാർട്ടിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. അവിടെയൊക്കെ ഈ കൾപ്രിറ്റ് മ്യൂട്ടേഷനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, അടുത്തത് നോട്ട ബെനെ. ഓക്കെ, നോട്ട എന്നുള്ളത് നിങ്ങൾക്ക് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും? നോട്ട്. ഓക്കെ, നോട്ട എന്താണ്? നോട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുക. സോ നോട്ട ബെനെ എന്ന് പറയുന്നത് എന്താണ്? ടേക്ക് നോട്ട്, അല്ലെങ്കിൽ നന്നായിട്ട് നോട്ട് ചെയ്യൂ അല്ലെങ്കിൽ നന്നായിട്ട് നോട്ട് ചെയ്യൂ എന്ന് പറയുന്നതാണ് നോട്ട ബെനെ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്ട്രോയ് ഒരുപാട് പേര് ഓൾറെഡി കേട്ടിട്ടുള്ളതായിരിക്കും. അതൊരു ഇംഗ്ലീഷ് വാക്കല്ല, ഇംഗ്ലീഷിലേക്ക് കടമെടുക്കപ്പെട്ടിട്ടുള്ളൊരു വാക്കാണ്. ഓക്ട്രോയ് ഒരു തരത്തിലുള്ള ടാക്സ് ആണ്. ഓക്കെ, എന്ത് ടാക്സ് ആണ്? ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഗേറ്റിൽ കൊടുക്കുന്ന ടാക്സിനെയാണ് ഓക്ട്രോയ് എന്ന് പറയുന്നത്. ഓക്കെ, വേറൊരു കൺട്രിയിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധനങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്ന ടാക്സാണ് ഓക്ട്രോയ്. ഫോർ എക്സാമ്പിൾ, ഈ ഫോറിൻ കാർസൊക്കെ വെളിയിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കിനും ഒരുപാട് പൈസ ടാക്സ് കൊടുക്കേണ്ടി വരില്ല. അതൊക്കെ എന്താണ്? ഓക്ട്രോയ് ആണ്. ഓക്ട്രോയ് ടാക്സ് എന്നും ചിലർ പറയാറുണ്ട്. സോ നിങ്ങൾ ഓക്ട്രോയ് ടാക്സ് എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, സോ ഒരുപാട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കില്ല, പക്ഷേ ഓക്ട്രോയ് ടാക്സ് ആണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. കാരണം ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ടേംസ്. എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻറ്റ് ടേം? ഇത് എക്കണോമിക്സിലും ഉണ്ട് ഈ വാക്കുകളൊക്കെ. ഓക്കെ, സോ ഇത് വാക്ക് ചോദിക്കുന്നതിലൂടെ നിങ്ങളുടെ ഇംഗ്ലീഷും ടെസ്റ്റ് ചെയ്യും, എക്കണോമിക്സും ടെസ്റ്റ് ചെയ്യും. ഓക്കെ, പാർ എക്സലൻസും കടന്ന്. ഓക്കെ, എക്സലൻ്റ് ആണ്, അതിനപ്പുറം. ഓക്കെ, എക്സലൻസിലും ഔട്ട്സ്റ്റാൻഡിംഗ് എന്നൊക്കെ പറയില്ലേ, അതാണ് പാർ എക്സലൻസ്. പാർ എന്നുള്ളത് ഇതും കടന്ന്. ഓക്കെ, പാർ എക്സലൻസിനേക്കാൾ കൂടുതൽ. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിംഗ് എന്നൊക്കെ പറയുന്നതാണ് പാർ എക്സലൻസ്. മോർ ദാൻ എക്സലൻ്റ് എന്നാണ് പാർ എക്സലൻസ് എന്നുള്ളതിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ, നോട്ട ബെനെ എന്താണ്? ടേക്ക് നോട്ട് അല്ലെങ്കിൽ നോട്ട് വെൽ. ഓക്ട്രോയ് എന്താണ്? ഓക്ട്രോയ് ടാക്സ് എന്ന് പഠിച്ചു വെക്കുക. പാർ എക്സലൻസ് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. നമ്മുടെ ചോദ്യത്തിലും എക്സലൻസ് വരും, ഉത്തരത്തിലും എക്സലൻസ് വരും അല്ലേ.
നമ്മളിതുവരെ പഠിച്ചതിലൊരു 95% നമ്മളിതുപോലെ ലിങ്ക് ചെയ്താണ് പഠിച്ചത്. കാണാതെ പഠിക്കേണ്ടത് വളരെ കുറച്ച് 8 10 എണ്ണേ ഇതിനോടകം നമുക്ക് വന്നിട്ടുള്ളൂ. നമ്മൾ ഇതിനോടകം ഒരു 100 കണക്കിന് എണ്ണം കവർ ചെയ്ത് കഴിഞ്ഞു ഫസ്റ്റ് ക്ലാസ്സസിലൊക്കെ ആയിട്ടല്ലേ. പെർ ഡൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർ ഡേ. ഓക്കെ, പെർ എന്നുള്ള വാക്ക് ഓർത്തിരിക്കുക. പെർ എന്നുള്ള വാക്ക് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. എവിടെയാണ് കണ്ടത്? പെർ ആനം അല്ലേ. പെർ ആനം എന്താണ്? എവ്രി ഇയർ, എല്ലാ കൊല്ലവും എന്നാണ് പെർ ആനത്തിൻ്റെ അർത്ഥം. പെർ ഡയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയം എന്താണ്? ഡേ ആണ്. ഓക്കെ, നമ്മൾ ഡയം എന്നുള്ള വാക്ക് നേരത്തെ ഒരിടത്ത് കണ്ടു കഴിഞ്ഞു. കാർപ്പെ ഡയം എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. കാർപ്പെ ഡയം എന്താണ്? സീസ് ദ ഡേ, അല്ലെങ്കിൽ ആ ദിവസത്തിനെ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കൂ എന്നുള്ളതാണ് കാർപ്പെ ഡയമിൻ്റെ അർത്ഥം. അപ്പോൾ ഡയം എന്താണ്? ഡേ ആണ്. ഓക്കെ, പെർ ഡയം ഓരോ ദിവസവും. കാർപ്പെ ഡയം നമ്മൾ ഓൾറെഡി പറഞ്ഞു, സീസ് ദ ഡേ. ഓക്കെ, ആ ദിവസം ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിക്കൂ എന്നുള്ളതാണ് കാർപ്പെ ഡയം. സോ പെർ ഡേ എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ ഓപ്ഷനിൽ അലവൻസ് എന്നും കാണാം. ഓക്കെ, ഒരു ദിവസത്തെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി കൊടുക്കുന്ന അലവൻസ് അഥവാ ഡെയിലി അലവൻസ് ഇല്ലേ, ഡെയിലി അലവൻസിനെയാണ് പെർ ഡയം എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഡെയിലി അലവൻസ് എന്ന് കണ്ടാലും പെർ ഡേ എന്ന് കണ്ടാലും നിങ്ങളത് പെർ ഡയം ആണെന്ന് ഓർത്തിരിക്കണം. ഓക്കെ, ഇത് ലിങ്ക് ചെയ്ത് ഓർത്തിരുന്നാൽ മതി. പെർസെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ഇറ്റ് സെൽഫ്, അതായത് അത് തന്നെ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു കാര്യം നമ്മളിപ്പോൾ പറയുകയാണ്, അത് ബൈ ഇറ്റ് സെൽഫ് അത് നമുക്ക് സാറ്റിസ്ഫാക്ടറി ആണ്. ഇപ്പോൾ ഒരു കാര്യത്തിൽ അല്ലാതെ ഈ കൂടുതൽ ഇനിയിപ്പോൾ എക്സ്പ്ലനേഷൻ ചെയ്യേണ്ട, ഞാൻ ഇത്രയും പറഞ്ഞു വെച്ചിട്ട് തന്നെ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, അതിനൊക്കെയാണ് പെർ സേ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താണ്? പെർ ഡയം. ഓക്കെ, ബൈ ദ ഡേ. പെർ ആനോ എന്താ? ബൈ ദ ഇയർ, അതായത് എവറി ഇയർ. പെർ സേ എന്താണ്? ബൈ ഇറ്റ് സെൽഫ്. ഓക്കെ, പെർ സേ എന്നുള്ളത് നിങ്ങൾ പെർ സെൽഫ് എന്ന് ഓർത്തിരുന്നാലും എളുപ്പമുണ്ടാവും. സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് സെൽഫ് അല്ലേ. പെർ സേ, പെർ സെൽഫ്, ബൈ ഇറ്റ് സെൽഫ്. പെർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ബൈ എന്നൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക. സോ നിങ്ങൾക്കത് എളുപ്പമായിരിക്കും വേറെ ഒരു സിമിലർ വാക്ക് ചോദിച്ചാലും അപ്രോച്ച് ചെയ്യാൻ. ഓക്കെ, ഷാഡൻ ഫ്രൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളുടെ സങ്കടം കണ്ടിട്ട് നമ്മൾ സന്തോഷിക്കുന്നതിനെയാണ് ഷാഡൻ ഫ്രൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, വേറൊരാളുടെ ദുഃഖത്തിൽ സന്തോഷിക്കുന്ന ആൾക്കാർ, നമ്മൾ ചിലർ സാഡിസ്റ്റ് എന്നൊക്കെ പറയും. സാഡിസ്റ്റിൻ്റെ എക്സാക്ട് മീനിങ് അതല്ല, എന്നാൽ കൂടി നമ്മൾ ആ വാക്കാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഷാഡൻ ഫ്രൂഡ് എന്താണ്? വേറൊരാളുടെ ദുഃഖത്തിൽ സന്തോഷം കണ്ടെത്തുന്നതിനെയാണ് ഷാഡൻ ഫ്രൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, സൂയി ജനറിസ് എന്ന് വെച്ചാൽ യുണീക്കാണ്. ഇത് കാണാതെ പഠിക്കുക. ഓക്കെ, സൂയി ജനറിസ് യുണീക്ക് എന്നാണ്, അതായത് പ്രത്യേകതയുള്ള അല്ലെങ്കിൽ വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന. ഓക്കെ, ജനറൽ അല്ലാത്തതാണ് യുണീക്ക്. ഓക്കെ, സൂയി ജനറിസ് എന്താണ്? യുണീക്കാണ്. വെർബോട്ടൺ എന്നുള്ളത് ഫോർബിഡൻ എന്നാണ്. ഓക്കെ, നിങ്ങളിത് ഇതിൻ്റെ ഒരു റൈമിങ് വെച്ചിട്ട് കാണാതെ പഠിക്കുക. വെർബോട്ടൺ, ഫോർബിഡൻ. ഓക്കെ, അങ്ങനെ പഠിച്ചാൽ ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. ഫോർബിഡൻ എന്ന് വെച്ചാൽ എന്താണ്? നിരോധിക്കപ്പെട്ടത്. ഓക്കെ, ചെയ്യാൻ പാടില്ലാത്തത്, അതിനെയാണ് ഫോർബിഡൻ എന്ന് പറയുന്നത്. നിരോധിക്കപ്പെട്ടതാണ് വെർബോട്ടൺ. ഓക്കെ, വോൾട്ട് ഫേസ്, അതായത് പെട്ടെന്ന് പ്ലാനുകൾ ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ സൈഡ് മാറുക. ഓക്കെ, അതിനെയൊക്കെയാണ് വോൾട്ട് ഫേസ് എന്ന് പറയുക. വോൾട്ട് ഫേസ് നമുക്കറിയാമല്ലോ. ഫേസ് നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ ഉള്ളത് വോൾട്ടാണ്. വോൾട്ട് ടേൺ ഫേസ് അവേ, അതായത് മുഖം വെട്ടിച്ച് കളയുക അല്ലെ മുഖം തിരിച്ച് കളയുക എന്നുള്ളതാണ്. സോ നമ്മുടെ മലയാളത്തിൽ മുഖം തിരിച്ച് കളയുക എന്ന് പറയുന്നതിൻ്റെയാണ് വോൾട്ട് ഫേസ് എന്നുള്ള ഈ ഒരു ഫ്രേസിൻ്റെ അർത്ഥം. അതായത് പെട്ടെന്ന് ആ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ആ പ്ലാനിൽ നിന്ന് മുഖം തിരിച്ച് കളയുക, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം നമ്മളൊരു പക്ഷത്ത് നിൽക്കുകയാണ്, ആ പക്ഷത്തും നമ്മൾ മുഖം തിരിച്ച് കളയുക, അതൊക്കെയാണ് വോൾട്ട് ഫേസിൽ വരുന്നത്. ഓക്കെ, ഇബിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ദ സെയിം പ്ലേസ്, അതായത് ഇവിടെ തന്നെ എന്നുള്ളതാണ് ഇബിഡ് നിങ്ങൾ ഇവിടെ നിന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇബിഡ് എങ്ങനെ ഓർത്തിരിക്കുക? ഇവിടെ നിന്ന് ഓർത്തിരിക്കുക. ഇൻ ദ സെയിം പ്ലേസ്, ഇവിടെ ഇൻ ദ സെയിം പ്ലേസ്. ഓക്കെ, ഇവിടെ തന്നെ എന്നാണ് എക്സാക്ട് മീനിങ്. നിങ്ങൾ ഇത്ര ഓർത്തിരുന്നാൽ തന്നെ ഓപ്ഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇൻ സിറ്റു, ഇൻ ഇറ്റ്സ് പ്ലേസ്, അതായത് അതിൻ്റെ സ്ഥലത്ത്. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഗവൺമെൻറ് ഇൻ സിറ്റു ആയിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഓക്കെ, മാലിന്യ സംസ്കരണം ഇൻ സിറ്റു ആയിട്ട് നടത്തണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട്
ക്യാമ്പയിനൊക്കെ ഗവൺമെൻറ് നടത്തുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ വീട്ടിൽ തന്നെ ഒരു കമ്പോസ്റ്റിൻ്റെ സെറ്റപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഇൻസിറ്റീവ് ആണ്. അതായത് വേസ്റ്റ് ഉണ്ടാക്കിയ അതേ സ്ഥലത്ത് തന്നെ അതിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നു. ഓക്കെ, അതിനെ നമ്മൾ മാനേജ് ചെയ്യുന്നു. സോ അതാണ് ഇൻ സിറ്റു വേസ്റ്റ് മാനേജ്മെൻറ്റ്. മനസ്സിലായോ? എക്സ് സിറ്റു ആണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത്. എക്സ് സിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈറ്റിൻ്റെ പുറത്ത്, ഇൻ സിറ്റു സൈറ്റിൻ്റെ ഉള്ളിൽ. അതായത് എക്സ് സിറ്റു വേസ്റ്റ് നിർമ്മാർജ്ജനമാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിന്ന് വേസ്റ്റ് എടുക്കാൻ ട്രക്ക് വരുന്നു, അവർ ആ സൈറ്റിൽ നിന്ന് വേസ്റ്റ് എങ്ങോട്ടോ കൊണ്ടുപോകുന്നു. ഓക്കെ, ഇൻ സിറ്റു എക്സ് സിറ്റു. മനസ്സിലായല്ലോ? എക്സ് സിറ്റുവും ഓർത്തിരിക്കുക. ഇൻ വിട്രോ, ഇന്നെന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെയും പറഞ്ഞു കഴിഞ്ഞു. ഇന്നെന്നുള്ള വാക്കിന് ഇന്നത് തന്നെയാണ് അർത്ഥം. ഓക്കെ, സോ ഇൻ വിട്രോ, വിട്രിഫൈഡ് ഗ്ലാസ് ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അല്ലേ? ആ വിട്രിഫൈഡ് ഗ്ലാസ് വെച്ചിട്ട് ഓർത്തിരിക്കുക ഇൻ വിട്രോ എന്നുള്ളത്. ഇൻ ഗ്ലാസ്. ഓക്കെ, എന്ത് ഗ്ലാസ്? ടെസ്റ്റ് ട്യൂബ്. ഓക്കെ, ഒരു ലാബിൻ്റെ ഒക്കെ കോണ്ടെക്സ്റ്റിലാണ് ഇത് പറയുന്നത്. ഇൻ വിട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് ട്യൂബിൽ എന്നുള്ള അർത്ഥത്തിലാണ് അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ജിഹാദ് എന്നുള്ള വാക്ക് വളരെയധികം കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള വാക്കാണ്. ജിഹാദ് വളരെയധികം കോമൺലി യൂസ്ഡ് ആയിട്ടുള്ളൊരു വാക്കാണ്. സ്ട്രഗിൾ അല്ലെങ്കിൽ ഹോളി വാർ. ഓക്കെ, സ്ട്രഗിൾ അല്ലെങ്കിൽ ഹോളി വാർ എന്നാണ് ജിഹാദിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒറിജിനലായിട്ടുള്ള അർത്ഥം. സോ എക്സാം പേപ്പറിൽ വരുവാണെങ്കിൽ സ്ട്രഗിൾ അല്ലെങ്കിൽ ഹോളി വാർ എന്നുള്ളതാണ് ജിഹാദ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, മോഡസ് വിവെൻഡി. മോഡസ് വിവെൻഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡ് ഓഫ് ലിവിങ്. നമ്മൾ നേരത്തെ മോഡസ് എന്നുള്ള വാക്ക് പഠിച്ചിരുന്നു. മോഡസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മോഡാണ്. നമ്മൾ എവിടെയാണ് പഠിച്ചത്? മോഡസ് ഓപ്പറാൻഡി അല്ലേ? മോഡസ് ഓപ്പറാൻഡി എന്താ? മോഡ് ഓഫ് ഓപ്പറേഷൻ. ഒരു മെഷീൻ്റെ മോഡസ് ഓപ്പറാൻഡി, ആ മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് മോഡസ് ഓപ്പറാൻഡി. സോ മോഡസ് വിവെൻഡി എന്താണ്? മോഡ് ഓഫ് ലിവിങ് ആണ് മോഡസ് വിവെൻഡി. ഓക്കെ, പാർ ഏവിയോൺ. പാർ ഏവിയോൺ എന്താണ്? ബൈ എയർ. ഓക്കെ, ബൈ എയർ ആണ് പാർ ഏവിയോൺ. ബൈ എയർ എങ്ങനെ ഓർത്തിരിക്കുക? പാർ എന്നുള്ള വേർഡ് നമ്മൾ ഒരുപാടടുത്ത് പറഞ്ഞു. പാർ എന്നുള്ളത് ബൈ ആണെന്ന് പറഞ്ഞു, അത് കാണാതെ പഠിക്കുക. ഏവിയോൺ എന്താണ്? ഏവിയോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏവിയേഷൻ എന്നൊക്കെയുള്ള വാക്ക് കേട്ടിട്ടില്ലേ അല്ലേ? ഏവിയേഷൻ എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? നമ്മൾ ഈ എന്താ പറയുക, എയർ ഹോസ്റ്റസ് പോലെയുള്ള ആൾക്കാരുടെ ഈ കോഴ്സുകളും മറ്റുമാണ് ഏവിയേഷൻ കോഴ്സുകളിലൊക്കെ വരുന്നത് അല്ലേ? സോ ഏവിയോൺ എന്ന് പറയുന്നത് ബൈ എയർ ആണെന്ന് ഓർത്ത് വെക്കാമല്ലോ. പോസ്റ്റ് സ്ക്രിപ്റ്റം. ഓക്കെ, അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി. സ്ക്രിപ്റ്റിൻ്റെ പോസ്റ്റ് എന്നുള്ള വാക്കിന് ശേഷമെന്നും അർത്ഥമുണ്ടല്ലേ? പ്രീയും പോസ്റ്റ്. സോ സ്ക്രിപ്റ്റിന് ശേഷമാണ് പോസ്റ്റ് സ്ക്രിപ്റ്റം. നോട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ മെയിൻ ടെക്സ്റ്റ് ആണ് പോസ്റ്റ് സ്ക്രിപ്റ്റം. ഓക്കെ, സ്ക്രിപ്റ്റിന് ശേഷം, അതാണ് പോസ്റ്റ് സ്ക്രിപ്റ്റം. പ്രിക്സ് ഫിക്സെ. പ്രിക്സ് ഫിക്സെ എന്ന് പറയുന്നത് ഫിക്സ്ഡ് പ്രൈസ് ആണ്. ഓക്കെ, നിങ്ങളിങ്ങനെ ഓർത്തിരിക്കുക, പ്രൈസ് ഫിക്സ്. പ്രിക്സ് എന്നുള്ളത് നിങ്ങൾ പ്രൈസ് എന്ന് ഓർത്തിരിക്കുക, ഫിക്സ് എന്നുള്ളത് ഫിക്സ് എന്ന് തന്നെ ഓർത്തിരിക്കുക. സോ പ്രിക്സ് ഫിക്സ് എന്താണ്? പ്രൈസ് ഫിക്സ്. ഓക്കെ, സാങ്ക്ടം സാങ്ക്ടോറിയം. സാങ്ക്ടം സാങ്ക്ടോറിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സാങ്ക്ടിറ്റി എന്നുള്ളൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? ശുദ്ധമായിട്ടുള്ളത്, പുണ്യമായിട്ടുള്ളതെന്നൊക്കെയാണ് സാങ്ക്ടിറ്റി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അറിയില്ലെങ്കിൽ ഓർത്ത് വെക്കുക. സാങ്ക്ടം സാങ്ക്ടോറിയം. ഓക്കെ, സാങ്ക്ടത്തിൻ്റെ ഉള്ളിലെ സാങ്ക്ടമാണ്, അതായത് ഹോളിയാണ് എന്നുവെച്ചാൽ വിശുദ്ധമാണ്, വിശുദ്ധത്തിലും വിശുദ്ധം എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ഹോളിയസ്റ്റ്, വിശുദ്ധത്തിലും വിശുദ്ധം, അതാണ് സാങ്ക്ടം സാങ്ക്ടോറിയം. ഇതിന് മറ്റൊരർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ഉള്ളിലെ, അതായത് ശ്രീകോവിലെന്ന് നമ്മൾ പറയില്ലേ, ഭഗവാൻ ഇരിക്കുന്ന സ്ഥലം. ഓക്കെ, ശ്രീകോവിലിനും സാങ്ക്ടം സാങ്ക്ടോറിയം ശ്രീകോവിലിന് ഇംഗ്ലീഷിൽ സാങ്ക്ടം സാങ്ക്ടോറിയം എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് അമ്പലത്തിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠ ഇരിക്കുന്ന സ്ഥലം, അതിൻ്റെ ഉള്ളിൽ, അതായത് ഏറ്റവും ശ്രേഷ്ഠപ്പെട്ട സ്ഥലം അല്ലേ, അതാണ് സാങ്ക്ടം സാങ്ക്ടോറിയം. ഓക്കെ, ഷോഫർ എന്താണ്? ഒരു പ്രൈവറ്റ് ഡ്രൈവറാണ്. ഓക്കെ, സോ ഡ്രൈവർ എന്നുള്ള ഓപ്ഷൻ കണ്ടാലും നിങ്ങൾക്കത് കൊടുക്കാം. അല്ല, ഒരു പ്രൈവറ്റായിട്ടുള്ള കുറച്ചും കൂടി ഒരു എന്താ പറയുക, കുറച്ചും കൂടി ഒരു പ്രീമിയം കൈൻഡ് ഓഫ് ഡ്രൈവർ, കുറച്ചും കൂടി ഒരു ലക്ഷറി കൈൻഡ് ഓഫ് ഡ്രൈവറെയാണ് ഷോഫർ എന്ന് വിളിക്കുന്നത്. ഓക്കെ,
വാൻഡർലസ്റ്റ്. വാൻഡർലസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൻഡർ ചെയ്യാൻ വേണ്ടി, വാണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, കറങ്ങി നടക്കുക, ചുറ്റിക്കറങ്ങി നടക്കുക. ലസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രേമം അല്ലെങ്കിൽ സ്നേഹം. സോ കറങ്ങി നടക്കുന്നതിനോട് പ്രേമം അല്ലെങ്കിൽ സ്നേഹമുള്ള ആളെയാണ് വാൻഡർലസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ട്രാവൽ ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരാൾ. എളുപ്പമല്ലേ ഓർത്തിരിക്കാൻ? വാൻഡർ ചെയ്യാൻ ലസ്റ്റ് ഉള്ള ഒരാൾ, പ്ലഷർ ഇൻ ട്രാവൽ. എളുപ്പമാണ് ഇതൊക്കെ ഓർത്തിരിക്കാൻ. ഓക്കെ. വണ്ടർ കൈൻഡ് എന്ന് വെച്ചാൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഭയങ്കരമായിട്ട് അച്ചീവ് ചെയ്യുന്ന കുറച്ച് ചില പിള്ളേരല്ലേ. ഇപ്പോൾ നമ്മൾ ചില കുട്ടികളൊക്കെ പറയില്ലേ, ഇപ്പം 3-ാമത്തെ വയസ്സിൽ ആ കുട്ടി ഇല്ല 2-ാമത്തെ വയസ്സിൽ ഇന്നത് ചെയ്തത് ഗിന്നസ് ബുക്കിൽ കയറി എന്നൊക്കെ. അങ്ങനത്തെ വളരെ ചെറിയ ഏജിൽ ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെയാണ് വണ്ടർ കൈൻഡ് എന്ന് പറയുന്നത്. അതൊരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ആൾക്കാരല്ലേ അവർ, അല്ലേ? വണ്ടർഫുൾ ആയിട്ടുള്ളൊരു കൈൻഡാണ് അവർ. അതുകൊണ്ടാണ് വണ്ടർ കൈൻഡ് എന്ന് പറയുന്നതെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. എ ബോൺ ചാറ്റ് ബിൻ റാറ്റ്, സോറി ഇത് ബോൺ റാറ്റ് ആണേ. എ ബോൺ ചാറ്റ് ബോൺ റാറ്റ്. ഓക്കെ. എന്താ ബോൺ ചാറ്റ് ബോൺ റാറ്റ്? അതായത് പൂച്ച നല്ലതാണേ, എലിയും നല്ലതായിരിക്കും. അതായത് മുന്നിൽ നിൽക്കുന്ന ആൾ നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മളും അതേപോലെ നല്ല സ്വഭാവം തിരിച്ചു കൊടുക്കും. നമ്മൾ നല്ല കൊടുത്താലേ നമുക്ക് നല്ലത് തിരിച്ചു കിട്ടും. അതൊക്കെയാണ് ഈ ഒരു ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. നിങ്ങൾ ബോൺ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ. സോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അർത്ഥം ഓർമ്മ വരും. ബോൺ റാറ്റ് അപ്പോൾ എന്തായിരിക്കും? നല്ല റാറ്റ്. ബോൺ ചാറ്റ് എന്താ? നല്ല ക്യാറ്റ്. സോ ബോൺ എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. ബോൺ വോയാജ് അല്ലേ? നല്ല ജേർണി എന്നുള്ളതാണ്, ഹാപ്പി ജേർണി എന്നുള്ളതാണ് ബോൺ വോയാജ്. അതുപോലെ ബോണഫൈഡ് എന്താ? സിമിലർ വേർഡാണ്, നല്ല ഉദ്ദേശത്തോടു കൂടി. ബോണഫൈഡിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ പഠിച്ചിരുന്നു മാലഫൈഡ്, ചീത്ത ഉദ്ദേശത്തോടു കൂടി അല്ലേ. അഡ് ആർബിട്രിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് വിൽ. നിങ്ങൾ നോക്കിയാൽ ആർബിട്രിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർബിട്രറി എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്. ഓക്കെ. ആർബിട്രറി ആണ്. സോ അതെന്താണ്? സ്വന്തം ഇഷ്ടത്തിന് ബേസ് ചെയ്ത്, അല്ലാതെ നിയമങ്ങളോ അതിന് ലോജിക്കോ അങ്ങനെയൊന്നും ഇല്ലാതെ തോന്നിയ പാട് സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്നതിനാണ് ആർബിട്രറി എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇതിൻ്റെ അർത്ഥം എന്താ വരിക? അറ്റ് വിൽ. ഓക്കെ. താല്പര്യത്തിനനുസരിച്ച്. അഡ് എക്സ്ട്രീമം. അഡിൻ്റെ വാക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇവിടെയാണെങ്കിലും അത് ടു എന്ന് തന്നെയാണ് അർത്ഥം. ടു ആർബിട്രറി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ടു വില്ലെന്നും ഇതിന് നമുക്ക് അർത്ഥം കൊടുക്കാം. ഓക്കെ. അഡ് എക്സ്ട്രീമം. ടു ആണ് ആഡിൻ്റെ അർത്ഥം എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലെ ഫസ്റ്റ് സ്ലൈഡ് തൊട്ട് പറയുന്നതാണ്. ആഡ് എക്സ്ട്രീമം എന്ന് പറഞ്ഞാൽ ടു ദ എക്സ്ട്രീം. ഓക്കെ. ടു ദ എക്സ്ട്രീം. നമ്മൾ സിമിലർ ആയിട്ടുള്ളൊരു വാക്ക് പഠിച്ചിരുന്നു, അഡ് നോസിയം അല്ലേ. അഡ് നോസിയ. അതെന്തായിരുന്നു? നോസിയ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഓക്കാനം അല്ലേ. സോ ഓക്കാനിപ്പിക്കുന്ന അളവിൽ, അതായത് വെറുപ്പിക്കുന്ന ഒരളവിൽ നിന്നാണ് അഡ് നോസിയം. ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് നോസിയ. ഇവിടെ എന്താണ്? ടു ആൻ എക്സ്ട്രീം എക്സ്റ്റെൻ്റ് ആണ് അഡ് എക്സ്ട്രീമം. ഏക്കോ അനിമോ. ഓക്കെ. ഏക്കോ എന്നുള്ളത് നിങ്ങൾ ഈക്വോ എന്നുള്ളത് നോക്കിക്കേ, ഈക്വൽ എന്നുള്ളതായിട്ട് സിമിലർ അല്ലേ. സോ വിത്ത് ആൻ ഈവൻ മൈൻഡ്. ഓക്കെ. സമചിത്തതയോടെ അല്ലെങ്കിൽ നോർമലായിട്ടുള്ളൊരു ഈവൻ ആയിട്ടുള്ളൊരു മൈൻഡോട് കൂടി എന്നുള്ളതാണ് ആക്വോ അനിമോ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൾട്ടർ ഇടം എന്നുള്ളത് നമ്മൾ സിമിലർ ഒരു വാക്ക് ഓൾറെഡി പഠിച്ചിരുന്നു, ഓൾട്ടർ ഈഗോ അല്ലേ. ഓൾട്ടർ ഈഗോ എന്താണ്? അനദർ സെൽഫ്, അതായത് ഒരാളുടെ വേറൊരു മുഖം. ഏകദേശം സിമിലർ അർത്ഥമാണ് രണ്ടും വരുന്നത്. അനദർ സെൽഫ് അതായത് വേറൊരു പേഴ്സണാലിറ്റി. പലരിലും പല പല പേഴ്സണാലിറ്റീസ് ഇല്ലേ, അതിനെയാണ് ഓൾട്ടർ ഇടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓ ഗ്രാൻഡ് സീരിയസ് എന്താണ്? ഇൻ ഓൾ സീരിയസ്നെസ്. സീരിയസ് എന്നുള്ളത് ഇവിടെ നിന്ന് നിങ്ങൾ എടുക്കുക. ഓ ഗ്രാൻഡ് സീരിയസ് എന്നുള്ളത് ഇൻ ഓൾ സീരിയസ്നെസ്. ഓക്കെ. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇതോടുകൂടി നമ്മുടെ ഫോറിൻ ഫ്രേസസ് കംപ്ലീറ്റ് ആണ്. സോ ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ഒരു സീരീസ് നമുക്കിതുപോലെ ഇംഗ്ലീഷിൻ്റെ പാരലൽ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ മാനേജ്മെൻറ്റ് പ്ലേലിസ്റ്റ് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട്. സോ താങ്ക് യു സോ മച്ച്.